ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. എപ്പോൾ ഞങ്ങൾ കൂടി വന്നിട്ടുള്ളെങ്കിലും അപ്പോഴൊക്കെ അങ്ങയുടെ ഹൃദയം ഞങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. ഇന്നും അത് ആവർത്തിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഇന്ന് പറയാനുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് പകരുവാനായി സ്വർഗം കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒട്ടും ബാക്കി വയ്ക്കാതെ പകരപ്പെടാനും പകരുന്നത് പ്രാപിപ്പാനും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനി പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കുവച്ചിട്ട്, അത് ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്ന വചനഭാഗവുമായിട്ട് വലിയ ബന്ധമില്ല, പക്ഷെ അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വന്നപ്പോൾ അത് നിശ്ചയമായിട്ടും അത് കേൾക്കാനുള്ളവർ ഇതിനകത്തുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ ഇങ്ങനെ വേരോടെ പിഴുത് മാറ്റി എടുത്ത് കൊണ്ടുവന്ന് നടുമ്പോൾ ഉള്ള ആ ഒരവസ്ഥ, സ്തോത്രം. അത് ചിലപ്പം ഒരു ദേശത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കാം, ചിലപ്പം നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ തന്നെ ആയിരിക്കാം ആ പറിച്ചിൽ നടക്കുന്നത്. എന്നാൽ ഞാൻ മിഡിൽ ഈസ്റ്റിലായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് അവിടെ ഇങ്ങനെ റോഡിൻ്റെയൊക്കെ പണികളൊക്കെ നടക്കുമ്പം ആ പണി ഇങ്ങനെ തീരാറാകുന്ന സമയത്ത് വലിയ ഈന്തപ്പന, ഭയങ്കര പൊക്കമുള്ളത്, അതായത് ഫുള്ളി മച്ചുവേർഡ്, അത് ശരിക്കും വലിയൊരു വൃക്ഷമാണ്, അല്ലാതെ ഒരു കൊച്ചു തൈയായിട്ടല്ല, ഒരു വൃക്ഷമായിട്ട് തന്നെ ഇതിനെ കൊണ്ടുവന്ന് നടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു മരുഭൂമിയാണ്. ഇവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങ് അങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചാൽ അത് കിളിർക്കുമോ എനിക്കറിയില്ല. ഒരു തൈ കിളിർപ്പിച്ചുകൊണ്ട് വരാൻ നമ്മൾ എത്ര മാത്രമാണ് പ്രയാസപ്പെടുന്നത്, ഇല്ലേ? എന്നാൽ ഈ വലിയ ഈന്തപ്പന അത് വലിയ ട്രക്കിലൊക്കെയാണ് കൊണ്ടുവന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് അതിനുള്ള വലിയ കുഴികളൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്ന് ഈ പനയെ അങ്ങ് നട്ടിട്ട് അവർ അങ്ങ് പോകും. പക്ഷെ ഈ പനയെ കൊണ്ടുവന്ന് നടുമ്പം ഇവർ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നറിയാമോ? അതിനെ ഇങ്ങനെ വേരോടെ പിഴുതെടുത്താണ് കൊണ്ടുവരുന്നത്. വേരെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ മാറി നിന്ന് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഇവരെങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. ഇത് കൊണ്ടുവന്ന് നടുമ്പോൾ എന്നിട്ട് ഈ വേരെല്ലാം ഉണ്ടെങ്കിലും ഇവർ ചെയ്യുന്ന ഒരു കാര്യം, ഇതിൻ്റെ ആ മുകളിലത്തെ ഇല മുഴുവനും കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഭയങ്കര മുറുക്കി കെട്ടിവെക്കും. അപ്പം ഒരു നല്ല ഒതുക്കി കെട്ടിയ ഒരു സംഭവമാണ്, ഒരു തൂട് പോലെയാണ് കൊണ്ടുവന്ന് ഈ പനയെ കൊണ്ടുവന്ന് നടുന്നത്. അത് കാണുമ്പം ഒരു ഭംഗിയില്ല കേട്ടോ ആ പനയ്ക്ക്. കാരണം ഇത് കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. പനയുടേതായ യാതൊരു ഭംഗിയില്ല, അതിൻ്റെ ഷേപ്പില്ല. പിന്നെ നോക്കി നിൽക്കുന്ന ഒരാൾക്കും ഈ പനയ്ക്ക് തന്നെയും ഇത് ഇവിടെ എൻ്റെ വേരുറപ്പിക്കാൻ കഴിയുമോ, ഞാൻ എന്തെങ്കിലും വളരുമോ എന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരിക്കലും അത് കാണുമ്പോൾ ഒരു പ്രതീക്ഷയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ ദിവസവും ഇങ്ങനെ ആ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളുകൾ ഈ കൊണ്ടുവന്ന് നട്ട പനയെ ഇങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് ഇടയായി. നിങ്ങൾക്കറിയാമോ, ഇത് കൂട്ടിക്കെട്ടിയൊക്കെയാണ് കൊണ്ടുവരുന്നത്. അത് കൂട്ടിക്കെട്ടാനായിട്ട് മനുഷ്യൻ്റെ സഹായം വേണം. അത് കൊണ്ടുവരാനായിട്ട് ട്രക്കിൻ്റെയോ അതിൻ്റെ ക്രെയിനിൻ്റെയോ ഒക്കെ സഹായം വേണം. കുഴിയെടുക്കാൻ ആൾ വേണം. ഇതെല്ലാം കൊണ്ടുവന്ന് നട്ടിട്ട് ഇവരിതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് വെള്ളം, ഒരു നനവ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര ടെമ്പറേച്ചറാണ്. നമുക്കറിയാമല്ലോ മിഡിൽ ഈസ്റ്റിലെ ടെമ്പറേച്ചറിനെ കുറിച്ച് ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല, ഭയങ്കര ചൂടാണ്. പക്ഷെ ഇത് കൊണ്ടുവന്ന് നട്ടതിന് ശേഷം ഇവര് പിന്നീട് ആ ട്രക്കുകാരോ ക്രെയിൻകാരോ ഇതിന് തടമെടുത്തവരോ വളവിട്ടവരോ അല്ലെങ്കിൽ വെള്ളം നനയ്ക്കുന്ന, അത് തനിയെ വെള്ളം നനയുന്ന സംവിധാനങ്ങളൊക്കെയാണല്ലോ, ഇവരാരും ഇതിനെ തിരിഞ്ഞു നോക്കാറില്ല. വാസ്തവം പറഞ്ഞ പന പിന്നെ ഒറ്റയ്ക്കാണ്. കൂട്ടത്തിൽ നിന്ന പന ഇത് എവിടുന്നാണ് കൊണ്ടുവരുന്നതെന്ന് അറിയാമോ? ഈ പനയെല്ലാം കൂടി ഇങ്ങനെ നട്ട് വളർത്തുന്ന കൂട്ടമായിട്ട് നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇതിനെ പിഴുതെടുത്ത് കൊണ്ടുവരുന്നത്. കൂട്ടത്തിൽ നിന്ന തൊട്ടപ്പുറത്ത് നിന്ന പന ചിലപ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തായിരിക്കും അടുത്ത പന നിൽക്കുന്നത്.
യാതൊരു ബന്ധവുമില്ല. അഥവാ അടുത്തെങ്ങാണം എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പനയായിരിക്കും. ഞാനത് പറയുമ്പം നമ്മുടെ മാനുഷികമായിട്ടുള്ള നിലയിൽ അങ്ങനെ ചിന്തിച്ച് ഞാൻ പറയുകയാണ്. സ്തോത്രം. ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് അതുവരെ നല്ല നീരോട്ടമുള്ള നല്ല തണലൊക്കെ ഉള്ള ഒരു തോട്ടത്തിൽ നിന്ന പന ഇപ്പൊ റോഡിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ പന വേരവിടെ പിടിച്ചു എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? ഇതിന്റെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന ഈ കയറ് തന്നെ പൊട്ടും. ആരും അറുത്തുവിടണ്ട, ഇത് തന്നെ പൊട്ടും. എന്താണെന്നറിയാമോ? അകത്തോട്ട് താഴോട്ട് ഇതിന്റെ വേരുറച്ച് ബലം കിട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ അകത്തെ നാമ്പുകൾ വളരാൻ തുടങ്ങും. ഇതിന്റെ അകത്തെ നാമ്പുകൾ വളർന്ന് മുകളിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ പുറത്ത് കെട്ടിയിരിക്കുന്ന കെട്ടിനെ ഭേദിക്കാനുള്ള ഒരു ശക്തി ഇതിന്റെ അകത്ത് നിന്ന് തന്നെ പുറപ്പെട്ട് വന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഇതിന്റെ കെട്ടിനെ പൊട്ടിച്ച് വിടർന്നു നിൽക്കുന്ന ഒരു പനയായി അത് മാറും. അതിനുശേഷം അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കിന് ഹല്ലേലൂയ മുഴുവൻ കായ്ഫലം നിറഞ്ഞ് ചുമപ്പും പച്ചയും മഞ്ഞയും ഒക്കെയായി കായ്ഫലം നിറഞ്ഞു നിൽക്കുന്ന ഒരു പനയായി ഇത് അടുത്ത സീസണിൽ വെളിപ്പെട്ട് വരും. തുടക്കത്തിൽ പ്രയാസമാക്കട്ടോ, നമ്മളെ ഒരിടത്തു നിന്ന് മാറ്റുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്താൽ ചിലത് സംഭവിക്കുമ്പോൾ, കൂട്ടത്തിൽ നിന്ന് പറിച്ചു മാറ്റി ഒറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അല്ലയോ പനയെ നീ ഭാരപ്പെടണ്ട. കാരണം ദിസ് ഈസ് ദ പേർപ്പസ് വിത്ത് വിച്ച് ഹല്ലേലൂയ യു വെർ ബീയിങ് ഗ്രോൺ. നിന്നെ വളർത്തിക്കൊണ്ട് വന്നത്, നിനക്ക് വളവിട്ടത്, നിന്നെ ആ തോട്ടത്തിൽ നിർത്തിയതൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നീ എന്നും ഇവിടെ നിന്ന് ഈ കൂട്ടത്തിൽ നിന്ന് നിൽക്കാനുള്ള ഒരാളല്ല. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഫോർ ഷുവർ there is a purpose with which Holy Spirit has inspired me to share this. ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും അങ്ങനെ നടപ്പെട്ടിട്ട്, ഹല്ലേലൂയ, ഞാൻ ബന്ധനത്തിലാണ്, ഞാൻ കെട്ടിലാണ്, അയ്യോ ഞാൻ ആ കെട്ടപ്പെട്ടതുപോലെ ഇരിക്കുക, എനിക്ക് പഴയ പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഭാരപ്പെട്ടാണ് ഇരുന്ന് ഈ ദൂത് കേൾക്കുന്നത്, അകത്ത് ശക്തിപ്പെടുക, അകത്ത് ശക്തിപ്പെടുക. ഹല്ലേലൂയ, വേര് താഴോട്ട് ഇറങ്ങട്ടെ. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഒന്ന് ഗ്രഹിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന്റെ എല്ലാ നിറവോളം ഒന്ന് നിറഞ്ഞു വാ. ഹല്ലേലൂയ, കർത്താവിനോട് പറ, കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും വിവേകത്തിലും ഒന്ന് വർദ്ധിച്ചു വന്നിട്ട്, ഹല്ലേലൂയ, ഞങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. അങ്ങനെ ആ വാക്യം കേട്ടോ. ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിലുള്ള ആ സ്നേഹം മേൽക്കുമേൽ ദൈവിക പരിജ്ഞാനത്തിലും ദൈവിക വിവേകത്തിലും വർദ്ധിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, we will be able to discern what is best. ഹല്ലേലൂയ, ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് തന്നെ ഭേദാഭേദങ്ങളെ വിവേചിക്കുവാനായിട്ട് കഴിയും. അതിന്റെ തൊട്ടടുത്ത് പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ സ്നേഹം മേൽക്കുമേൽ സകല പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, ആ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും. പിന്നെ എന്താ വായിക്കുന്നത്? ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി ക്രിസ്തുവേശുവിൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്നും അപ്പോസ്തലൻ തന്റെ ജനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ആ പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നവർ, ഷെയ്പ്പ് പോയെന്ന് തോന്നുന്നവർ, സ്ഥലം മാറ്റപ്പെട്ടു എന്ന് തോന്നുന്നവർ, സാഹചര്യം മാറ്റപ്പെട്ടു എന്ന് തോന്നുന്നവർ, ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നവർ, ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബലപ്പെടട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൂതിലേക്ക് കടന്നു പോകാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുക. ഹല്ലേലൂയ. മലാഖി പ്രവചനം 1-ാം അധ്യായം, 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഇറ്റ്സ് എ ടോട്ടലി നെഗറ്റീവ് വേഴ്സ്. നമുക്ക് ആർക്കും ഇങ്ങനത്തെ വാക്യങ്ങളൊന്നും വായിക്കാൻ ഇഷ്ടമില്ലാത്ത വാക്യങ്ങൾ. സ്തോത്രം. മലാഖി പ്രവചനം പ്രവാചകൻ, ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നെഹമ്യാവിന്റെ കാലഘട്ടത്തിൽ തന്നെ സമകാലികനായി ജീവിച്ച് ശുശ്രൂഷിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയ വ്യക്തിയാണ്.
മലാഖി പ്രവചനത്തെ നമുക്ക് ഒരു ബുക്കിൽ നിന്ന് ഒരു വാക്യം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിത് പറയുകയാണ്. ഇത് ഞാൻ ബുക്സ് റെഫർ ചെയ്ത് തന്നെയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻസ് കാണുമായിരിക്കാം. എങ്കിലും നമ്മളത് കേൾക്കുമ്പോൾ എവിടെയെങ്കിലും കുറിച്ചിടുന്നവരാണെങ്കിൽ ഒന്ന് കുറിച്ചിടുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഈ ഇസ്രായേൽ മക്കൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു, അവർ വഷളത്വത്തിലേക്ക് പോയിരിക്കുന്നു. അവരുടെ ജീവിത രീതികൾ, അവരുടെ കാര്യങ്ങൾ ഒന്നും തീരെ ഇഷ്ടപ്പെടാത്ത ദൈവം പ്രവാചകനിലൂടെ തൻ്റെ ജനത്തെ മടക്കി വിളിക്കുവാനായി, അവരുടെ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പറയുന്ന പ്രവചനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ പുസ്തകത്തെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ യഹൂദ ജാതിയുടെ പദവിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ എന്തെല്ലാം വിശേഷതകൾ, എന്തെല്ലാം പദവികൾ ദൈവം അവന് കൊടുത്തിരിക്കുന്നു എന്ന് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാൻ കഴിയും. എന്നാൽ 6-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 3-ാം അധ്യായത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഹൂദ ജാതിയുടെ മാലിന്യം, അവർ എവിടെയൊക്കെയാണ് തെറ്റിപ്പോയത്, എന്തെല്ലാം മാലിന്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അതിനകത്ത് ആ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എന്നാൽ 16-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ യഹൂദ ജാതിക്കുള്ള വാഗ്ദത്തങ്ങളെ പറഞ്ഞിരിക്കുകയാണ്. എന്നാലോചിച്ച് ഈ ബുക്കിനെ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ദൈവം എത്ര കരുണയും ദയയും മനസ്സിലും ഒക്കെ ഉള്ളൊരു ദൈവമാണെന്ന് ഈ ഡിവിഷൻ തന്നെ വായിക്കും നമുക്ക് മനസ്സിലാവും. അതായത് ആദ്യം അവന്റെ പദവികൾ പറഞ്ഞു, അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹു ആർ യു? ഞാൻ നിനക്ക് എന്തെല്ലാം പദവികൾ തന്നിട്ടുണ്ട്, ഞാൻ നിന്നെ എങ്ങനെയെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം. ഈ ഭൂമിയിൽ നിന്റെ പൊസിഷൻ എന്താണ്, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്റെ പദവികൾ എന്താണ്, ഞാൻ നിന്നെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവം പറഞ്ഞതിന് ശേഷം അവൻ്റെ മലിനതകൾ പറയുന്നു, അവൻ്റെ കുറവുകൾ പറയുന്നു, അവൻ്റെ തെറ്റുകൾ പറയുന്നു. നീ എവിടെയൊക്കെയാണ് തെറ്റിപ്പോയെന്ന് പറയുന്നു. നമ്മൾ ആരെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെയാണെങ്കിലും നമ്മൾ അവരെന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്യുമ്പോൾ നമ്മളവരെ വഴക്ക് പറയുമ്പം നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു, നീ എങ്ങനെ ജീവിക്കേണ്ട കുഞ്ഞാണ്, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റങ്ങൾ പറഞ്ഞ് നമ്മൾ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. അതല്ലേ നമ്മൾ സാധാരണ ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ കർത്താവ് അങ്ങനെ ആ മാലിന്യം പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, കുറവ് പറഞ്ഞ് നിർത്തിയില്ല. എന്നിട്ട് പറയുകയാണ്, മടങ്ങി വന്നാൽ ഐ എം പ്രോമിസിങ് യു ദീസ് തിങ്സ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. ദൈവമക്കളെ, നാം ക്രിസ്തുയേശുവിൽ ആരാണ് എന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് തരുന്നതിനോടൊപ്പം നമ്മുടെ കുറവുകൾ കൂടെ കാണിച്ചിരുന്ന പരിശുദ്ധാത്മാവാണ്. അറ്റ് ദ സെയിം ടൈം ആ കുറവ് പറഞ്ഞതിന് ശേഷം, കുഞ്ഞെ നീ ഈ കുറവുകളൊക്കെ മാറ്റിയാൽ നിനക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, എന്തെല്ലാം വാഗ്ദത്തങ്ങളുണ്ട്, അതും കൂടെ ഓർമ്മിപ്പിച്ച് തരുന്ന ഒരു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവസഭയുടെ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾ. എത്രമാത്രം ഈ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യേണ്ടി വരും, എത്രമാത്രം. ഹല്ലേലൂയ സ്തോത്രം. ഈ കാര്യം കേൾക്കുമ്പോൾ തന്നെ കർത്താവിനോട് ഒരല്പം സ്നേഹം, ദൈവമേ ഇത്രയും എന്നോട് മനസ്സിൽ കാണിക്കുന്ന ഒരു ദൈവമാണോ അങ്ങ് എന്നോർത്ത് ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. കർത്താവേ, ഞങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന് നന്ദി, ഞങ്ങളെ ഇങ്ങനെ കരുതുന്നതിന് നന്ദി. ഞങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് അങ്ങേക്ക് മനസ്സിലാകുമ്പോഴും ഞങ്ങളോട് അതൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഞങ്ങളെ വിട്ടുകളയുന്ന ഒരു ദൈവമല്ല, വീണ്ടും വാഗ്ദത്തങ്ങൾ തന്ന് ഞങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. ഹല്ലേലൂയ സ്തോത്രം. യഹൂദ ജാതിയുടെ ഈ വാഗ്ദത്തങ്ങൾ പറയുമ്പോൾ ആ വാഗ്ദത്തങ്ങളെ തന്നെ നമുക്ക് 3ആയിട്ട് വിഭജിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. ഈ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ
3:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഈ ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകം എന്ന് പറയുന്നത്, സ്മരണ പുസ്തകം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. അതിനകത്തെ ഒരു പുസ്തകമാണ് സ്മരണയുടെ പുസ്തകം. സ്മരണയുടെ പുസ്തകത്തിനകത്ത് എന്തൊക്കെ പ്രതിഫലങ്ങളുണ്ട്, എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ 2 വാക്യങ്ങളിലൂടെ പഠിക്കാനായിട്ട് കഴിയും. പിന്നീട് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ വരവിനോടനുബന്ധിച്ചിട്ടുള്ള പ്രതിഫലങ്ങളെ നമുക്ക് അവിടെ പഠിക്കാനായിട്ട് കഴിയുന്നു. ഏറ്റവും അവസാന ഭാഗത്ത് ഏലിയാവിനെ കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. ഞാൻ അവിടെ അല്ലല്ലോ നമ്മൾ ആ ബുക്ക് പഠിക്കാനായിട്ടല്ലല്ലോ ഇരിക്കുന്നത്, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. സ്തോത്രം. അതിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്നത്തെ മെസ്സേജിന് ഒരു ടൈറ്റിലുണ്ട്. ഒരു ടൈറ്റിൽ ഉള്ളത് എപ്പോഴും നല്ലതാണ്, ബിക്കോസ് സോ ദാറ്റ് വി വിൽ റിമെമ്പർ. ആ ടൈറ്റിലിനകത്ത് നമ്മുടെ മെസ്സേജിന്റെ മൊത്തം കാര്യങ്ങളും ഏകദേശം അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ ദി ഓൾട്ടർ കീപ്പേഴ്സ്. ദി ഓൾട്ടർ കീപ്പേഴ്സ്, യാഗപീഠം സൂക്ഷിക്കുന്നവർ എന്നാണ് ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ. അങ്ങനെയാണെങ്കിൽ ബാക്കി ദൂതെല്ലാം കേൾക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് കർത്താവിനോട് പറയുമോ? കർത്താവേ, യാഗപീഠത്തെ സൂക്ഷിക്കുന്നവരെ അങ്ങ് ഈ കാലഘട്ടത്തിൽ തേടുന്നെങ്കിൽ അതിനകത്ത് എന്നെ, എൻ്റെ തലമുറകളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ആക്കി തീർക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ലോർഡ്, മേക്ക് മീ, മൈ ചിൽഡ്രൻ, മൈ ഫാമിലി, മൈ ചർച്ച് ആൻഡ് ദിസ് ഗ്രൂപ്പ് and all those who hear this message, make us the altar keepers. God is seeking altar keepers. Hallelujah. ദൈവം യാഗപീഠം സൂക്ഷിക്കുന്നവരെ അന്വേഷിക്കുന്നു. ഇവിടെ ഹല്ലേലൂയ ഒരു കാര്യം നമ്മൾ പലപ്പോഴും ദൈവത്തോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അല്ലേ? കർത്താവേ, അതുകൊണ്ട് അങ്ങ് അങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ? ചോദ്യം ചോദിക്കാത്ത ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് നിങ്ങൾ ആരും കർത്താവിനോട് ചോദ്യം ചോദിക്കാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ പല പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലെ ചൂടേറിയ അനുഭവങ്ങളുടെ നടുവിൽ ഐ വാസ് നോട്ട് ക്വസ്റ്റ്യനിങ് ഗോഡ്, ഐ വാസ് ജസ്റ്റ് ആസ്കിങ് ഹിം, ലോർഡ്, എന്താ കർത്താവേ, വാട്ട് ഡു യു മീൻ ബൈ ദിസ്, വാട്ട്സ് ദ പർപ്പസ് ബിഹൈൻഡ് ദിസ്? എന്താന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് ഹീ ഈസ് മൈ ഫാദർ, ഐ ക്യാൻ ആസ്ക് ഹിം. ഹല്ലേലൂയ. അവൻ എൻ്റെ അപ്പനാ. ഞാൻ കുറ്റപ്പെടുത്തിയല്ല കർത്താവിനോട് ചോദിക്കുന്നത്. ബട്ട് വൈ ലോർഡ്, എന്തോ കർത്താവ് സംഭവിക്കുന്നത്? ഇതിനൊരു അവസാനം ഇല്ലേ? ഇത് തീരുമെന്നെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കുമോ? അവസാനം ഇതെല്ലാം കഴിയുമ്പം ഹല്ലേലൂയ സ്തോത്രം, വിൽ ഐ ബി ദേർ ഇൻ യുവർ പ്രസൻസ്? അങ്ങനെയൊക്കെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറയുന്നത്, വികാരവും വിചാരവും ഒന്നും ഇല്ലാത്ത ഭയങ്കര വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഐ ഹാവ് മൈ ഇമോഷൻസ്, ഐ ഹാവ് മൈ ക്വസ്റ്റ്യൻസ്, ഐ ഹാവ് മൈ പീരീഡ് ഓഫ് ഒരു താഴ്ചയിലോട്ട് പോകുന്ന, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത, കരയാൻ പറ്റാത്ത, ചിലപ്പം ഉപവസിച്ചിട്ട് ഒരു എംപ്റ്റി ഫാസ്റ്റിംഗ് പോലെ ഫീൽ ചെയ്ത് അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ട്. ദർ ആർ ടൈംസ് മൈ ക്രിസ്ത്യൻ ലൈഫ് വിൽ ബി ഇൻ ദ പീക്ക്. ആ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ ഭയങ്കര പീക്കിലായിരിക്കും, ചിലപ്പം ഭയങ്കര ലോ ആയിരിക്കും. ആരുടെയും ഫോൺ കോളിന് റെസ്പോണ്ട് ചെയ്യത്തില്ല, ആരോടും ഒന്നും ഷെയർ ചെയ്യത്തില്ല, ഒന്നും പറ്റാത്തൊരു അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. There are times we go through it. And അങ്ങനെ പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് നമുക്ക് ചോദിക്കാമെന്ന് ഞാൻ പറയുമ്പോൾ, നോട്ട് ലൈക്ക് ക്വസ്റ്റ്യനിങ് ഗോഡ്, വൈ ആർ യു ഡൂയിങ് ദിസ്, അങ്ങനെയല്ല. പക്ഷേ എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ദ പർപ്പസ്, എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കുന്നതിൻ്റെ അകത്ത് തെറ്റില്ല. പക്ഷേ ഇവിടെ ഇവർ ചോദിച്ചത് ഇറ്റ്സ് ഇൻ എ ഡിഫറെൻറ്റ് ആംഗിൾ, ഒരു രീതിയിൽ. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാനൊന്ന് ആൻസർ ചെയ്തിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. 2-ാമത്തെ വാക്യം, മലാഖി പ്രവചനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. കർത്താവിനോട് ഇവർ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഐ ലവ് യു, യു ആർ മൈ ചിൽഡ്രൻ എന്ന് കർത്താവ് പറയുമ്പോൾ ഇവർ ചോദിക്കുകയാണ്,
ഞങ്ങളെ പ്രവാസത്തിൽ വിട്ടു, ഞങ്ങൾക്ക് ആ കഷ്ടതയുണ്ട്, ഞങ്ങൾക്ക് ഈ വേദനയുണ്ട്, മനുഷ്യരെ ഞങ്ങളുടെ തലയുടെ മേളിൽ കയറി കൂടി ഓടിക്കുമാറാക്കുന്നു, ഞങ്ങൾ ഇതിനകത്തൂടെ എല്ലാം പോകുന്നു, ഞങ്ങളെ അടിമകളാക്കി കൊണ്ടുപോകുന്നു, ഞങ്ങൾക്ക് യുദ്ധമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ കർത്താവേ അങ്ങ് എന്തീ പറയുന്നത്? ഞങ്ങളെ എന്തോന്നിനാൽ സ്നേഹിക്കുന്നെന്നായി പറയും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കർത്താവ് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുകയും ശരിക്കും ലിറ്ററലി റിയലി കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ ഇതിനകത്തൂടെ ഞാൻ പോകേണ്ടി വരുമോ? അങ്ങനെ ഒരു ചിന്തയെങ്കിലും മനസ്സിൽ കൂടെ കടന്നു വരും. ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഉണ്ടാവാം. എനിക്ക് തോന്നിയിട്ടുണ്ട്, is God doing all these things out of his love or is he punishing me? സത്യമായിട്ടും കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്തൂടെ ഇത്രയും തീവ്രമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഞാൻ പോകേണ്ട കാര്യം എന്താണ്? അതോ എന്നെ ശിക്ഷിക്കുകയാണോ? തോന്നിയിട്ടുണ്ട് ദൈവമക്കളെ. ഐ ആം വെരി ഓപ്പൺ ടു യു. എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രാവശ്യം ശരിക്കും കർത്താവ് എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഐ ഡൗട്ടഡ് ഗോഡ്സ് ലവ്. കാരണം one after the other I was going through terrible things. അതിനകത്തൂടെ പോകുമ്പോൾ ഒന്നിനകത്തുനിന്ന് ശ്വാസം വിട്ടെന്ന് തോന്നുമ്പോൾ അതിനേക്കാളും വലിയ കുഴിക്കകത്തൂടെ വീണു പോകുന്നത് പോലെയുള്ള അനുഭവങ്ങളിലൂടെ പോയപ്പോൾ ശരിക്കും കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നിയ സമയത്ത് എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് പറയുക, അതിൻ്റെ ഉത്തരം അതേ വാക്യത്തിൽ തന്നെയുണ്ട് കേട്ടോ. എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. കർത്താവ് പറയാ, ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. ഇത് എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്തു. എന്താണെന്നറിയാമോ? ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ഏശാവും യാക്കോബും ഒരുമിച്ച് ഉദരത്തിൽ ജനിച്ച്, ഒരുമിച്ച് ഉദരത്തിൽ വളർന്ന്, ഒരുമിച്ച് പുറത്തു വന്ന്, ഒന്നിച്ചൊരു വീട്ടിൽ വളർന്ന, ഹല്ലേലൂയ സ്തോത്രം, ഒരേ അപ്പനാൽ ഒരേ അമ്മയാൽ ഹല്ലേലൂയ സ്തോത്രം വളർത്തപ്പെട്ട, ഒരേ സാഹചര്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം വളർന്നു വന്ന രണ്ട് കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ ധാരാളം പേരുണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിങ്ങളെ എനിക്കായി വേർതിരിച്ച് തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ കണ്ടെത്തിയെന്നല്ല, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ കണ്ടെത്തി. ഹല്ലേലൂയ സ്തോത്രം. കാട്ടൊലിവിന്റെ ശാഖയായിരുന്ന ഇടത്തു നിന്ന് ഹല്ലേലൂയ നല്ല ഒലിവിന്റെ ചില കൊമ്പുകളെ ഹല്ലേലൂയ ഒടിച്ചു കളഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ ഗ്ലൂയിൻ ചെയ്യുവാൻ, ഹല്ലേലൂയ അവിടേക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ചു ചേർക്കുവാൻ, ഹല്ലേലൂയ അതിനോട് ചേർത്ത് നിർത്തുവാൻ എനിക്ക് മനസ്സ് തോന്നി. ഹല്ലേലൂയ ഇസ്രായേൽ പരമ്പരയോട് യാതൊരു ബന്ധവുമില്ലാത്ത ഹല്ലേലൂയ നിങ്ങളെ ജാതികളുടെ നടുവിൽ നിന്ന് എടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അത് മാത്രം മതി കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ പ്രൂഫ്. വാട്ട് എൽസ്? എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു ദൈവമക്കളെ? ഈ ഭൂമിയിൽ എന്തെങ്കിലും അല്പകാലത്തെ സുഖത്തിനോ സൗകര്യത്തിനോ വേണ്ടിയാണോ തിരഞ്ഞെടുത്തത്? ഇവിടെ ചില അത്ഭുത രോഗസൗഖ്യം തരാൻ വേണ്ടിയാണോ തിരഞ്ഞെടുത്തത്? ഇവിടെ എന്തെങ്കിലും സുഖലോലുപമായ ജീവിതം ഹല്ലേലൂയ മറ്റുള്ളവർ മുമ്പിൽ കാഴ്ചവെക്കുവാൻ വേണ്ടിയാണോ തിരഞ്ഞെടുത്തത്? അല്ല. ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നിത്യതയ്ക്കായി എന്നെ തിരഞ്ഞെടുത്തു, നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. യുഗങ്ങൾ ഒരിക്കലും തീരാത്ത ഹല്ലേലൂയ ആ നിത്യതയിൽ അവനോടൊപ്പം ജീവിക്കാൻ എന്നെ തിരഞ്ഞെടുത്തു. അത് പഴയ നിയമ ഭക്തർ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ അവന്റെ ഏകപുത്രന്റെ മണവാട്ടിയാകാൻ എന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. വാട്ട് എ പ്രിവിലേജ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? ദൈവം എന്നെ സ്നേഹിക്കുന്നോ എന്ന് സംശയമുള്ളവരാരെങ്കിലും
ഈ ദൂത് കേൾക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് പറയാം, ഇത് മാത്രം ഓർക്കുമ്പോൾ കർത്താവ് സ്നേഹിക്കുന്നു എന്ന ഹൃദയത്തിൽ ഉറപ്പ് വരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്നൊരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. എൻ്റെ വാട്സപ്പിൽ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ജസ്റ്റ് വൺ സെൻറ്റൻസേ ഉള്ളൂ, ഒറ്റ ഒരു സെൻറ്റൻസേ ഉള്ളൂ. ആ ആൾ എഴുതിയിരിക്കുകയാണ്, തണലാകാൻ വിളിയുള്ളവന് വെയിലത്താണ് പരിശീലനം. തണലാകാൻ വിളിയുള്ളവന് വെയിലത്താണ് പരിശീലനം. സത്യമല്ലേ? വെയിലത്ത്, നട്ടറ വെയിലോ എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയത്തില്ലേ, നട്ടറ വെയിലത്ത്, കൊടും വെയിലത്ത്, സഹിക്കാൻ വയ്യാത്ത വെയിലത്ത് പരിശീലിപ്പിക്കപ്പെടുന്ന അനുഭവത്തിലാണോ ഈ ദൂത് കേൾക്കുന്നത്? തണലാകാൻ വിധിയുള്ളോണ്ടാ. അതാണ് നമ്മുടെ വിളി. അതുകൊണ്ടാ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് നാം മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനോട് പറയാം, കർത്താവേ, എപ്പോഴെങ്കിലും അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും അത് പരാതിയായി ഉയർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ സംശയിച്ചെങ്കിൽ, അങ്ങ് സ്നേഹിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് തോന്നിയെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ തിരഞ്ഞെടുത്തു, ഞങ്ങളെ മക്കളും അവകാശികളുമാക്കി, കൂട്ടുകൃഷിക്കാരാക്കി, കൂട്ടുവേലക്കാരാക്കി, കൂട്ടവകാശികളാക്കി, നിത്യ നരകത്തിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന് നിത്യ ജീവനിലേക്ക് ഞങ്ങളെ വിളിച്ച് മാറ്റി നിർത്തി, സാത്താന്റെ അധികാരത്തിൽ നിന്ന് അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് ഞങ്ങളെ, ആ സിറ്റിസൺഷിപ്പ് ഞങ്ങൾക്ക്, അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും.